തോൽക്കണം എന്ന ഒരൊറ്റ കുട്ടിയും ആഗ്രഹിക്കുക. എല്ലാവരെയും ആഗ്രഹം ജയിക്കണം എന്നാണ്. പക്ഷേ ഈ ദുനിയാവിൽ നമുക്ക് പരാജയങ്ങൾ ഉണ്ടാവും, ദുനിയാവിൽ നമുക്ക് തോൽവികൾ ഉണ്ടാവും. കച്ചവടം നടത്തുമ്പോൾ അത് പൊളിയും. ഇങ്ങനെ തുടങ്ങി കുറെ പ്രയാസങ്ങൾ ദുനിയാവിൽ നിന്ന് അനുഭവിക്കും. പക്ഷെ ആഖിറത്തിൽ അത് ഉണ്ടാവാൻ പാടില്ല. ആഖിറത്തിൽ വിജയം മാത്രമേ ഉണ്ടാകാവൂ. അതിനുവേണ്ടിയാണ് മഹാന്മാര് പഠിപ്പിക്കുന്നു. ഞാൻ ബോധി വെച്ച ഒരു സൂത്രം ആഖിറത്തിൽ വിജയം കിട്ടുന്ന ആളുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. ദുന്യാവിൽ വിജയം കിട്ടൽ വലിയ കാര്യമൊന്നുമല്ല. ആ വിജയം കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ ആഘോഷിക്കാൻ പറ്റുള്ളൂ. കുറച്ചു കഴിഞ്ഞാൽ ആ വിജയം പിന്നെ പരാജയമാകും. ആഖിറത്തിലെ വിജയമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അതിന് പ്രധാനമായും 4 കാര്യങ്ങളാണ് ഈ സൂക്തം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്, ഈ സൂറത്ത് മതി ഒരു മനുഷ്യന് ചിന്തിച്ച് നന്നാവാൻ. ഒരു മനുഷ്യന് നന്നാവണമെങ്കിൽ ഈ ഒരു സൂറത്ത് മാത്രം മതി. ഒരു ചെറിയ സൂറത്താണ്. അസ്ർ നിസ്കാരം തന്നെയാണ് സത്യം എന്ന് പറയാനുണ്ടായ കാരണം എന്താണ്? ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഞാൻ ചുരുക്കി പറയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു സ്ത്രീ മദീന തെരുവിലൂടെ ഇങ്ങനെ ഓടി നടക്കുന്നത് ജനങ്ങളൊക്കെ ശ്രദ്ധിച്ചു. അവളുടെ മുടിയൊക്കെ ഇങ്ങനെ ജട കുത്തിയിട്ട് ആകെ ഭ്രാന്തിയായ ഒരു ഭ്രാന്ത് പിടിച്ചപ്പോ ഒരു പെണ്ണിനെ പോലെ ഇങ്ങനെ ഓടി നടക്കുകയാണ്. എനിക്ക് നബി തങ്ങളെ ഒന്ന് കാണിച്ചു തരൂ, എന്നെ നബി തങ്ങളുടെ അടുക്കിലേക്ക് ഒന്ന് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആ സ്ത്രീ ഓടി നടക്കുന്നത് ജനങ്ങളൊക്കെ ശ്രദ്ധിച്ചു. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ആരോ ആ സ്ത്രീയെ കൊണ്ടുപോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കണ്ടപ്പോൾ ചോദിച്ചു, മോളെ എന്തു പറ്റി? എന്താണ് നിന്റെ പ്രയാസം? എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഓടി നടക്കുന്നത്? എന്നെ അന്വേഷിച്ച് എന്തേ നീ നടന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ പെണ്ണിങ്ങനെ പറയാണ്, യാ റസൂലല്ലാഹ് ഇന്ന സൗജി ഗാബ അന്നി ഫസനൈതു ഫജഅനി വലദും മിനസ് സിനാ. ഓ നബിയേ, എന്റെ ഭർത്താവ് വിദേശത്തിലേക്ക് പോയ സന്ദർഭത്തിൽ ഞാനൊരു സിന ചെയ്തു, വ്യഭിചരിച്ചു, അന്യ പുരുഷനുമായി സിന ചെയ്തു. അതിൽ എനിക്കൊരു കുട്ടി ജനിച്ചു. ആ കുട്ടിയെ ഞാൻ ഒരു സുറുക്കയുടെ കുപ്പിയിൽ ഇട്ട് അടച്ച് അതിനെ കൊന്നുകളഞ്ഞു നബിയെ. എനിക്ക് തൗബയുണ്ടോ നബിയെ? എനിക്ക് തൗബയുണ്ടോ നബിയെ? ഇത് ചോദിച്ചുകൊണ്ടാണ് ആ സ്ത്രീ ഇങ്ങനെ പരിഭ്രാന്തിയായിട്ട് നടക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വ്യഭിചരിച്ചവരെ എറിഞ്ഞുകൊള്ളണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. കൊലപാതകത്തിന്റെ ശിക്ഷ നരകമാണ്. എന്നിട്ട് ഹബീബായ തങ്ങൾ വിശദീകരിക്കുന്നു, ഇതിനേക്കാളൊക്കെ വലിയൊരു പ്രശ്നം ഞാൻ നിന്നിൽ കാണുന്നുണ്ട്. നീ അസ്ർ നിസ്കാരം ഒഴിവാക്കിയ പെണ്ണാണ്. നീ അസ്ർ നിസ്കാരം ഒഴിവാക്കിയ പെണ്ണാണ്. അതുകൊണ്ട് ആ വലിയ തെറ്റിനേക്കാൾ ഇപ്പോൾ നീ പറഞ്ഞ കൊലപാതകവും സിനയും അതിനേക്കാളും കഠിനമാണ് അസ്ർ നിസ്കാരം ഒഴിവാക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ അസ്ർ നിസ്കാരത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹു പറയാനുള്ള കാരണം എന്ന് മഹാന്മാർ പഠിപ്പിച്ചു.